ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിത് ബ്ലാക്ക് ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇത് ഇവിടെ നിൽപ്പുണ്ട്. ഇന്നൊരു കല്യാണ ട്രിപ്പുണ്ട് നമ്മുടെ മാസ്കി ബോയ്ക്ക്. അതല്ല ഹൈലൈറ്റ് ഇന്നത്തെ വീഡിയോയുടെ. നമ്മളൊരു പുതിയ വണ്ടിയൊക്കെ അങ്ങ് എടുത്ത് ഗൈസ്. എന്താണ്, ബസ്സൊന്നും അല്ല, നമ്മൾ സർപ്രൈസാണ്. നമ്മുടെ ബാബുണ്ണൻ്റെ വീടാണ് ആ ബ്ലൂ കളർ. അവിടെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു കാറാണ്. അതായത് വേറെ കാറൊന്നുമല്ല, നമ്മുടെ സിവിക്കാണ്. ഓക്കെ, എന്തായാലും നമ്മൾ സെക്കൻഡ് വാങ്ങിച്ചൊരു വണ്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇവിടോട്ട് കയറിയ ടൈമിൽ നമ്മുടെ വണ്ടിയുടെ അടി ഒന്ന് തട്ടിയായിരുന്നു ജസ്റ്റ്. അതായത് ഇവിടെ ഒരു തിട്ട പോലാണ് സംഭവം ചെയ്തേക്കുന്നത്. അതാണ് എന്തായാലും ഇറങ്ങി പോകുമ്പോഴും തട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തായാലും കിഡിലും സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. നമ്മുടെ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമുക്ക് ഇന്നോവയും അതുപോലെ തന്നെ ഇവനും മാത്രമേ ഉള്ളൂ. നമ്മുടെ പണ്ടത്തെ നമ്മുടെ സുമോ ഗോൾഡ് അവനെയും കൊടുത്തു, അതുപോലെ തന്നെ നമ്മുടെ മാരുതി 800-നെയും കൊടുത്തു. ഇപ്പം നമുക്കൊരു സിവിക്കും അതുപോലെ തന്നെ നമ്മുടെ പഴയ മോഡൽ ഇന്നോവയുമാണ്. നമ്മുടെ പുതിയ ഇന്നോവ നമ്മുടെ അവിടെ ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അതിനും ഡ്രൈവറൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അവനാണ് നമ്മുടെ ആ ഇന്നോവയുടെ ഡ്രൈവറാണ് ഇന്നലെ നമ്മുടെ കൂടെ ആശീർവാദിൽ വന്നത്. ഓക്കെ, അപ്പം ആളില്ലാത്തതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡിക്കിയും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് അങ്ങ് പോകാം. കാരണം ഡിക്കി എന്തിനാണ് തുറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മുടെ ബാബുണ്ണൻ്റെ വീട്ടിലേക്ക് വന്നപ്പം ഇവിടെ പുള്ളിയുടെ ബൈക്കിൻ്റെ ടയർ പഞ്ചറായി. അപ്പോൾ അതിനായിട്ട് 2 ടയറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഓക്കെ, എന്തായാലും അതൊക്കെ വെച്ച് ബാബുണ്ണൻ എങ്ങോട്ടോ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ഷെഡിൽ പോയി വണ്ടി എടുത്തേക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണ്ടേ. ഓക്കെ, അപ്പോൾ അതുകൂടെ കേട്ടിട്ട് നമുക്ക് നേരെ അങ്ങ് പോയി വണ്ടി എടുക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ, അടിപൊളി അടിപൊളി. ഓ, സീന് എൻ്റെ അളിയാ. ഓക്കെ, എന്തായാലും നമുക്ക് ടൈം കളയാതെ വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. ഓക്കെ, മുമ്പേ പറഞ്ഞ പോലെ അടിയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു ഓട്ടോ വരുന്നു, മാറടാ, നമുക്ക് പെട്ടെന്ന് പോയി വണ്ടി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതേ ഗൈസ്, ഇപ്പം നമുക്കൊരു ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു 10 മണി ആകുമ്പോഴാണ് അവിടെ പുതിയ വണ്ടിയിലെങ്ങാനും തട്ടിയാൽ നിന്നെ ഇടിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി എടുക്കേണ്ടതാണ് ആ ബസ്. കാരണം നമ്മുടെ മാസ്കി ബോയി എടുത്തുകൊണ്ട് ഒന്ന് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ കുറേ പൊട്ടന്മാരുണ്ടായിരുന്നു, അവന്മാർ വാഷൊന്നും ചെയ്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ആശീർവാദ് ട്രിപ്പിൽ നിന്ന് കുറേ തള്ളിയതാണ്. അവന്മാർ ഇപ്പോൾ വണ്ടി വൃത്തിയാക്കി കാണും, അതാണ് ഇതാണെന്നൊക്കെ. അവന്മാർ വണ്ടി തൊട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്കിത് ഇവിടായിട്ടാണ് നമുക്ക് നേരെ വണ്ടി എടുത്തേക്കാം. ഇവിടെ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്കിത് പാർക്ക് ചെയ്തിട്ട് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയി എടുക്കാം. അവന്മാർ വൃത്തിയൊന്നും ആക്കിയില്ല. നമുക്കെന്തായാലും ഇപ്പം തന്നെ ചെന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നേരെ അങ്ങ് പോവാം. എന്തായാലും അകത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കുറേ അകത്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ, കുപ്പിയും അതുപോലെ പാട്ടയും കുറേ സംഭവം അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി വെളിവശം എക്സ്റ്റീരിയർ ഒന്ന് വൃത്തിയാക്കി കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ പോയി പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോയി വൃത്തിയാക്കിയതിന് ശേഷം മെഷീൻ വാഷും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കല്യാണ ട്രിപ്പിന് പോവുകയാണ്. ഓക്കെ, അപ്പം എവിടെ ആദ്യം കിടപ്പുണ്ട്. ഇവിടെ ഫുള്ള് പൊടിയൊക്കെ അടിച്ച് സെറ്റായി കിടപ്പുണ്ട്. അയ്യോ, അടിപൊളി, അങ്ങ് കളറായി ചെക്കൻ. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകും, അധികം സമയമില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എടുത്തുകൊണ്ട് പോകും. അയ്യോ, ഇതെന്തോ നമ്മൾ ഒട്ടിച്ച വോൾഫിൻ്റെ ഒരു ഗ്രാഫിക്സ് ആണല്ലോ. ഓക്കെ, നമ്മുടെ നമ്പർ പ്ലേറ്റ് കർണാടക രജിസ്ട്രേഷൻ, നമ്മുടെ വോൾഫിൻ്റെ പടമൊക്കെ ഫുള്ള് പൊടി പിടിച്ച് ഗൈസ്. ഓക്കെ, അതായത് ഇവിടെ ബ്ലാക്ക് അടിച്ചേക്കുന്നിടത്താണ് കൂടുതലും പൊടിയും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവന്മാർ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. അതാണ് വണ്ടി ഇത്രയും മുന്നിലോട്ട് കയറി കിടക്കുന്നത്. ഇല്ല, ഇട്ടിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക്. ഓക്കെ, ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് പോയേക്കാം. ഓക്കെ ഓക്കെ, അപ്പം കുറേ പണിക്കാരൊക്കെ ഉണ്ട്. അവന്മാരൊന്നും ഇവിടെ ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. എല്ലാവരും ട്രിപ്പിനും കാര്യങ്ങളൊക്കെ പോയെന്നാണ് തോന്നുന്നത്. അതാണ് വൃത്തിയാക്കാതൊക്കെ ഇട്ടിരുന്നത്. നമ്മുടെ ബോസ് സർവീസിന് പോയേക്കുവാണ്. ഓക്കെ, അതാണ് അവന്മാരെ ഇവിടെ കാണാഞ്ഞത്. മറ്റേ വണ്ടികൾ മൊത്തം ട്രിപ്പിന് പോയേക്കുവാണ്. നമ്മുടെ പുതിയ മോഡൽ നമ്മളിപ്പോൾ ഇറക്കിയ ഗ്രാൻഡ് BMR നമ്മൾ ഈയിടെ ലേലം ഒക്കെ വിളിച്ചെടുത്തുകൊണ്ട് വന്ന വണ്ടി ആണ്. അത് ഇന്നാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, നമ്മൾ ഒരാൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അയാൾക്ക് തന്നെ നമ്മുടെ വണ്ടി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ വണ്ണസിനെ മുട്ടിയാൻ. ഓക്കെ, പെട്ടെന്ന് തന്നെ പോയി
വാഷ് ചെയ്യണം, ടൈമില്ല. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി കഴുകുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇവിടേക്ക് കയറ്റി ഇടാം. ഓക്കെ, അവിടെ കൊണ്ട് നേരെ കൊടുത്താലോ? വേണ്ട, അവിടെ ഒരു ബസ് കിടപ്പുണ്ട്. അവൻ ഇനി വാഷ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ അവന് വരാൻ സ്ഥലം കാണത്തില്ല. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ബാക്കിലോട്ട് കയറ്റി അങ്ങ് ഇട്ടേക്കാം. ഓക്കെ, ഇവിടേക്ക് ഇടാം. അവന്മാർ പിന്നെ അടുത്ത് കഴുകി ഓടിച്ച് വണ്ടി ഡ്രൈവ് ചെയ്ത് അതിനകത്തോട്ട് കയറ്റിക്കോളും. എന്നിട്ട് അവർ കഴുകുകയൊക്കെ ചെയ്തോളും. ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ ആൾക്കാരെ എല്ലാം പിക്ക് ചെയ്ത് നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാം വണ്ടിക്കകത്തിലിരിപ്പുണ്ട്. എന്തായാലും നമ്മൾ നേരെ നമ്മൾ ആ ഒരു ടെമ്പിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കല്യാണത്തിനായിട്ട്. അപ്പോൾ അത് നമ്മുടെ ബാബുണ്ണനൊക്കെ കൂടെ ഉണ്ട്. പുള്ളി ആ ബൈക്കുമായിട്ടൊക്കെ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തോ കാണിക്കുമോ, അവിടെ ഒരു ഹോണൊക്കെ അടിച്ചിട്ട് ഓവർടേക്ക് ചെയ്യരുതോ. ഇപ്പം നമ്മളവനെ കാട്ടി കയറ്റിയേനെ. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം, വലിയ സീനൊന്നും ഇല്ല. ഓക്കെ, ഇതേ ഒരു വാട്ടർഫോൾസ് ഗൈസ്, ഇതേ ഒരു വെള്ളച്ചാട്ടം. എന്തായാലും നമുക്കിവിടെ നിർത്തി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് അങ്ങ് പോവാം. അയ്യോ, സൈഡ് തട്ടി, നമ്മുടെ ബമ്പർ തട്ടിയിട്ടുണ്ട്. ബമ്പറാണോ ലിപ്പാണോ തട്ടിയത്? ഇതെന്തോ കനാലിലോട്ടുള്ള വെള്ളമാണ്. നമുക്കങ്ങ് പോയേക്കാം. ഇവിടെ ഇനി നമുക്ക് കനാൽ ബോയ്സിനെ കൊണ്ടുവിടാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. കാര്യം പറയാനായിട്ട് പോവാണ്. നമ്മുടെ കിഡ്നാപ്പറിനെ അതുപോലെ പ്രെഡേറ്ററിനെ നമ്മൾ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ തരാം. ഓക്കെ, അപ്പം ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻസ്റ്റയിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ 2 അക്കൗണ്ടും നമ്മുടെ കാർ ലൈൻ റോഡ് ലൈൻസും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിംഗ് ഡ്രൈവർ 2.0യും 2 അക്കൗണ്ടും എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, അയ്യോ നമ്മളിപ്പോൾ ആ പ്രൈവറ്റിനെ ഇടിച്ചേനെ. ഓക്കെ, ജസ്റ്റ് മിസ്സിങ് എസ്കേപ്പ് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ. ഓക്കെ, ബൈക്കുകാരൻ, നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബൈക്കുകാരൻ കിടന്ന് ഇറങ്ങുന്നുണ്ട്. അവനൊക്കെ ഈ സൈഡിൽ കൂടെ പൊക്കൂടെ? ഇല്ല തന്നെ ബൈക്കല്ലേ, അങ്ങ് സ്പീഡിൽ അങ്ങ് പോകരുത്. ഓക്കെ, നമ്മുടെ അതേ ഒരു ഫോർച്യൂണർ ഫ്രണ്ടിലുണ്ട്. ഓക്കെ, മാറിക്കോ. ഓക്കെ, അവന്മാർ ചിലപ്പോൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കാണ് പണി. ഓക്കെ, ഫ്രണ്ടിലോട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കൗളൊക്കെ ഇടിച്ച് നശിച്ച്, ഒന്നാമത് പുതിയ വണ്ടിയുമാണ്. ഓക്കെ, അങ്ങനെ അവനെ നമ്മൾ നൈസായിട്ട് അങ്ങ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാബു അണ്ണാ അങ്ങനെ വണ്ടി ഓടിക്കുമല്ലേ? ഇന്നലെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അണ്ണൻ വണ്ടി ഓടിച്ചേ പറ്റത്തുള്ളൂ. എന്നാ ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം, നേരെ ഓടിക്കാം. അല്ലെ പിന്നെ നമുക്ക് റിട്ടേൺ വരുമ്പോൾ ഓടിക്കാം, അതല്ലേ നല്ലത്. അത് വേണ്ട, നമുക്ക് കുറച്ചുകൂടെ പോയിട്ട് അങ്ങ് ഓടിച്ചാൽ മതി. അല്ലാതെ നമുക്ക് റിട്ടേൺ ട്രിപ്പ് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളോടാണ് നമ്മൾ റിട്ടേൺ ട്രിപ്പ് എടുക്കുന്നില്ല. അത് പാർട്ട് 2 ആയിട്ടോ ചെറിയൊരു ട്രിപ്പാണ്. ഇപ്പം ഞാൻ അവനെ ഓവർടേക്ക് ചെയ്തെടുത്തേനെ. ഈ ഒരു ഫോർച്യൂണറുകാരനാണ് നശിപ്പിച്ചത്. ഇത് ട്രാവലർ കണ്ടു സുഖമായിട്ട് ഓവർടേക്ക് ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ കൊതിയാവും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിട്ടേൺ ട്രിപ്പ് ഇടുന്നില്ല. കാരണം ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു കല്യാണ ട്രിപ്പാണ്, അല്ലാതെ 3-4 ദിവസത്തെ ഇതൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 2 പാർട്ട് 3 അങ്ങനെയൊന്നും ഇടാത്തത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി നേരെ നമ്മൾ കല്യാണത്തിനായിട്ട് നമ്മൾ ആ ഒരു അമ്പലത്തിലാണ്. അപ്പോൾ അവിടെ ആയിട്ട് പോകും. എന്നിട്ട് അവിടെ വരെ കാണിക്കുന്നുള്ളൂ നമ്മൾ. ഓക്കെ, ആ ഒരു ടെമ്പിൾ വരെ നമ്മൾ കാണിക്കുന്നുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് വീഡിയോ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ്. എന്തായാലും നമുക്ക് ഈ ട്രാവലറുകാരനെയും കൂടെ ഒന്ന് ഓവർടേക്ക് ചെയ്തേക്കാം. അവനും അങ്ങോട്ട് തന്നെയാണ്. ഓക്കെ, അവനും നമ്മുടെ കൂടെ ആ ഒരു ടെമ്പിളിലേക്കാണ്, കല്യാണ ട്രിപ്പിനൊക്കെ ആയിട്ട് വന്നതാണ്. ഓക്കെ, അവനെ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ BS6-ൻ്റെ സെഡോണിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ അത് വെറും ഒരു വളരെ ചെറിയൊരു വണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാനും ഒരു ട്രാവലറും
ഒരു BS6 എടുക്കാനിരിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മളൊരു BS6 സെഡസ്ത്രയാണ് എടുക്കാനായിട്ട് പോകുന്നത്. BS6 ചേസ് എടുക്കണം. അപ്പോൾ കുറച്ച് ഫണ്ടൊക്കെ റെഡി ആയിക്കോട്ടെ. ഓക്കെ, നമ്മളൊരു അടുത്ത മാസമൊക്കെ നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും എടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഗൈസ്. എന്നാലേ നമ്മളിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് വെക്കുക. ഓക്കെ, എന്തായാലും കിടില ഒരു വഴിയാണ്. അതേ സൈഡിലൊക്കെ നമ്മൾ പോകുന്ന വഴിയിലാണ്. നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിയ ടൈമിൽ കണ്ടില്ലേ, അവിടെയൊക്കെ ഗട്ടറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ വാഷ് ചെയ്തിട്ട് കൊണ്ടുപോയതാണെങ്കിലും ഇപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൊടിയൊക്കെ ആവും. ഓക്കെ, അതറിയാം, എന്നാലും നമ്മൾ വാഷ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രിപ്പൊന്നുമില്ല. ഇനിയുള്ള ട്രിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാറ്റർഡേ ഉള്ളൊരു ട്രിപ്പാണ്. ഓക്കെ, അന്ന് നമ്മൾ പൊളിക്കും. ഓക്കെ, ഒരു സാറ്റർഡേ നമ്മുടെ ട്രിപ്പാണ്. അത് എവിടേക്കാണെന്നൊന്നും നമ്മൾ പറയത്തില്ല, അതൊക്കെ സർപ്രൈസാണ്. അന്ന് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുക. ഓക്കെ, ഇപ്പോൾ ബൈക്കുകാരൻ വലിയ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടന്ന്, ആനയുടെ ഫ്രണ്ടിൽ കിടന്ന് ഈ പൂച്ച ഓടുന്ന പോലെയാണ് ഇവൻ നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഓടുന്നത്. ഓക്കെ, എന്തായാലും അങ്ങ് അവിടെ ആയിട്ടൊരു മല കാണുന്നുണ്ട്. അടിപൊളി ഒരു മലയും കാര്യങ്ങളൊക്കെയാണ്. മഞ്ഞ് നമ്മുടെ ഫോഗ് പോലെ അവിടെയൊക്കെ നിൽപ്പുണ്ട്. മഞ്ഞൊക്കെ മൂടൽ മഞ്ഞായിട്ടൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, അവിടെയൊക്കെ തണുപ്പാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല പൊടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് വണ്ടി അടിപൊളിയായിട്ട് ഒന്ന് കളർഫുള്ളാകും. ഓക്കെ, അയ്യോ ആനവണ്ടി വരുന്നു. നമ്മൾ സൈഡ് കൊടുക്കട്ടില്ല, നമ്മളെ ചാമ്പും. ഓക്കെ, അപ്പം നമ്മുടെ നമ്മൾ പുതിയ സിവിക്ക് എടുത്തിട്ടുണ്ടായി. അപ്പം നമ്മളത് നേരത്തെ കാണിച്ചു. അപ്പോൾ അത് നമ്മുടെ ഷെഡിൽ കിടക്കുവാണ്. ജസ്റ്റ് മിസ്. നമ്മുടെ ആനവണ്ടി പൊടിയൊക്കെ പറത്തിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിവിക്ക് ആ ഷെഡിനകത്ത് കിടക്കുവാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കൊള്ളാവോ എന്നൊക്കെ, നമ്മുടെ ഗ്രാഫിക്സ് വർക്കൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളാണ് അത് ഗ്രാഫിക്സ് വർക്ക് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് നമ്മൾ. എന്തായാലും ഇനിയും പറ്റുവാണെങ്കിൽ നമ്മുടെ ബസ്സുകളൊക്കെ, നമ്മളെടുക്കുന്ന ബസ്സിനൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും ഗ്രാഫിക്സ് അടിക്കുന്നത്. ചെറിയൊരു സംഭവമുണ്ട്, നമുക്ക് ചെറുതായിട്ട് ഗ്രാഫിക്സ് ഒക്കെ അടിക്കുന്ന ഇത് നമുക്കും അറിയാം. അപ്പം നമ്മളതിനെ കുറച്ച് ആൾക്കാരെയൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അവർ പ്രിൻ്റൊക്കെ എടുത്ത് തരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്രാഫിക്സ് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ആനവണ്ടി ഓവർടേക്ക് ചെയ്ത് കയറുവാണ്. ഓക്കെ, സൈഡിൽ വേറെ വണ്ടിയൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട്. നിൽക്കട അവിടെ. ഓക്കെ, അവനെ എന്തായാലും നൈസായിട്ട് അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ദൂരമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ആ ടെമ്പിള്. ഓക്കെ, അപ്പോൾ കുറച്ച് ദൂരമുണ്ട് ആ അമ്പലത്തിലോട്ട്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിൽ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കാണിക്കുമ്പോൾ ചെറിയൊരു റൂട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ വണ്ടി കയറിപ്പോകുമെന്ന് നമുക്ക് ഡൗട്ടാണ്. ഓക്കെ, ചെറിയൊരു റൂട്ട് കാണിക്കുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് വണ്ടി കയറുമെന്ന് നമുക്കറിയത്തില്ല. ചെറിയൊരു ഒരു മണ്ണിട്ട വഴി പോലാണ് കാണിക്കുന്നത് അതിനകത്ത്. അപ്പോൾ അവിടേക്ക് വണ്ടി കയറുമോയെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും കൊണ്ടുവന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ പറത്തി നമ്മുടെ ട്രാവലറൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ഒരു ഫോർച്യൂണറൊക്കെ പോകുന്നു, പൊടിയും കാര്യങ്ങളൊക്കെ പറത്തി. അയ്യോ ഗൈസ്, ആനവണ്ടി. ഗൈസ്, നമ്മളത് ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ കയറി ഇങ്ങ് വന്ന്.
ഇപ്പോൾ ഒന്നീ ഈ ബൈക്കുകാരനെ അല്ല എന്തെങ്കിലും ഫോർച്യൂണറിന് എന്തെങ്കിലും പണി കിട്ടിയോന്ന് അറിയത്തില്ല. എന്തായാലും മൈൻഡ് ചെയ്യാതെ എന്താണ് അറിയാത്ത പോലെ അങ്ങ് പോവാം. ഓക്കെ, ഇവിടെ ഒരു ഫോർച്യൂണർ ഉണ്ട്. ഓക്കെ ഓക്കെ. ഓ ദേ വീണ്ടും ആന വണ്ടി. ഇപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്താൽ പിന്നെയും പെട്ടുപോയേനെ. ഓക്കെ, ഇതേ ഒരു ട്രാവലർ അല്ല സോറി എന്താണ് കാറായിരുന്നു. ഓക്കെ, അപ്പം അതേ നമ്മളെടുത്ത സിവിക്ക് പോലത്തെ തന്നെ ഒരു സിവിക്കും കാര്യങ്ങളൊക്കെയാണ്. അത് മോഡിഫൈ ചെയ്യാത്ത ഒരു വേരിയൻ്റാണ് അത് ഇപ്പം നമ്മൾ കണ്ടത്. ഓക്കെ, നമ്മുടെ മോഡിഫൈഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ലോവേഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ എന്താണ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പം അതേപോലെ വേറെ ഒരു സിവിക്ക് പോകുന്നുണ്ട്. ഫുള്ള് സിവിക്കിൻ്റെ ഒരു കോട്ടയാണ്. 2-3 ഇന്നോവയും ഫോർച്യൂണറും ഒക്കെ ഉള്ളൂ. ഓക്കെ, കൂടുതൽ സിവിക്കാണ്. ദേ വീണ്ടും ഒരു ബൈക്കുകാരൻ പോകുന്നുണ്ട്. ഓക്കെ, മാറടാ. അയ്യോ മറിയോ. അയ്യോ ജസ്റ്റ് മിസ്. നമ്മൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ഇടയ്ക്കൂടെ എന്താണ് നമുക്കറിയാം അവരിങ്ങനെ ജസ്റ്റ് മിസ്സായിട്ട് വരുമെന്ന്. എന്താണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഒന്ന് കാണിക്കാനായിട്ടാണ്. അങ്ങനെയുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ. ഓക്കെ, ഇത് നമ്മുടെ എന്താണ് KSRTC ഒക്കെ പോകുന്നുണ്ട്. ആനവണ്ടിയെ നമുക്ക് എന്തായാലും ഓവർടേക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, മാറടാ. മുമ്പലത്തെ പോലെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ് വെച്ചൊന്ന് ചാമ്പുമെന്ന് അറിയത്തില്ല. എന്തായാലും വണ്ടിയൊന്നുമില്ല, നമുക്ക് ഓവർടേക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് അവനെ. അതിൻ്റെ സന്തോഷത്തിൽ ഹോണൊക്കെ അടിച്ച് പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കുവാണ്. നമ്മുടെ ബാബു അണ്ണനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്തോ ബ്ലോക്ക് ഉണ്ട്. അയ്യോ ജസ്റ്റ് മിസ്. നമ്മൾ പറഞ്ഞ ചെറിയൊരു വഴി ഇതാണ് ഗൈസ്. ഓൾറെഡി നമുക്ക് വണ്ടിക്ക് കയറാൻ പറ്റുമെന്ന് ഡൗട്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവൻ്റെ പ്രൈവറ്റ് ബസ്സും കൊണ്ടുള്ളൊരു എന്താണ് സർക്കസ്. ഓക്കെ, ഇവിടെ കൊണ്ടാണ് നിർത്തിയിട്ടേക്കുന്നത് അവൻ. അയ്യോ കയറുമോ? തട്ടാതെ കയറിക്കോളൂ. എന്താ ഹൈറ്റിന് പ്രശ്നമൊന്നുമില്ല, ഇനി സൈഡിൻ്റെ കാര്യമാണ്. അയ്യോ ബാബു അണ്ണനാണ് ഓടിക്കുന്നത്. ബാബു അണ്ണൻ്റെ എന്താണ് ഡ്രൈവിംഗ് സ്കില്ലൊക്കെ നമുക്ക് കാണാം. നമ്മളിത് ഈ സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്തായാലും ഡോറൊക്കെ തുറന്ന് കൊടുക്കാം. ഓക്കെ, അയ്യോ വേണ്ട, പൊടി കയറും, അടച്ചേക്കാം. ഇത് അങ്ങോട്ട് പോകുന്ന വഴി നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അയ്യോ എൻ്റെ വണ്ടി ഇത് ഇപ്പോൾ അഴുക്കാവുകയെ. ഇത് അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്താണ് പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ പിടിക്കും. ഈ പൊടിയൊക്കെ അടിച്ച് എന്താണ് ബാബു അണ്ണ ഇതൊക്കെ ഒന്ന് വിടണേ. നീ എന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുമല്ലേ? നിന്റെ വണ്ടി ഞാൻ കാണിച്ചു തരാം. അയ്യോ അണ്ണാ ചതിക്കല്ലേ. നമ്മുടെ ബാബു അണ്ണ നമ്മളെ ചതിച്ച് കഴിച്ചത്. സ്പീഡിലൊക്കെയാണ് വിടുന്നത് ഈ ഒരു റോഡിൽ കൂടെ. എന്താണ് റോഡല്ല, എന്താണ് ചെറിയൊരു മണ്ണിട്ടൊരു വഴിയാണ്. ഓക്കെ, നമുക്കിന്ന് എന്താണ് സർവീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ സമയം കാണത്തുള്ളെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ഇവിടെ ആയിട്ടൊരു പാലമൊക്കെ മണ്ടേ കൂടെ പോകുന്നുണ്ട്. ഓക്കെ, ഇതുവഴി ചെന്ന് കഴിഞ്ഞാൽ നേരെ ആ ടെമ്പിളിൽ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, വേറെ ഒരു എന്താണ് ചെറിയൊരു റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മാപ്പ് കാണിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ പറഞ്ഞ റൂട്ടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ റോഡ്. ഓക്കെ, ഫുള്ള് വണ്ടി പൊടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ആ ടൈമിലൊന്ന് ഡോറ് തുറന്നിട്ടായിരുന്നു. അതിൻ്റെയാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഡാഷ്ബോർഡൊക്കെ. അയ്യോ, നമ്മൾ ഡോറ് തുറന്നിടണ്ടായിരുന്നു ഗൈസ്. അതാണ് സീനായത്. ഓക്കെ, എന്തായാലും നമ്മുടെ ബാബു അണ്ണൻ പ്രോ ഡ്രൈവറൊക്കെയാണ്. ഓക്കെ, അപ്പം അങ്ങോട്ട് ചെല്ലുന്ന വഴിക്ക് ഇനി അങ്ങോട്ട് നേരെ പോയിട്ടൊരു എന്താണ് ഒരു റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോവേണ്ടത്. നമ്മുടെ മാപ്പ് ലൊക്കേഷൻ കാണിക്കുന്നത് അങ്ങോട്ടാണ്. ഓക്കെ, നമ്മുടെ ഒരു റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അങ്ങനെയാണ്. ഇവിടെ ആയിട്ടാണ് ഗൈസ്. ഇവിടെ ബാബുവണ്ണ ഇവിടെ. ബാബുവണ്ണ ആ ഒരു സ്പീഡിൽ അങ്ങ് പോയി. ഇങ്ങോട്ട് കയറ്റണമായിരുന്നു. ഓക്കെ, ഇവിടാണ് നമ്മുടെ ആ ടെമ്പിളും കാര്യങ്ങളൊക്കെ. എന്തായാലും അവിടോട്ട് പോയി എന്താണ് ഫുഡൊക്കെ അടിച്ചിട്ടിങ്ങ് പോരാ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ്
അതെ ഇതാണ് ആ ടെമ്പിൾ സൈഡിൽ കാണുന്നത്. അതെ അവിടെ ആയിട്ട് കാണാനായിട്ട് പറ്റും നമുക്ക്. ഇത് കണ്ടില്ലേ, ഇതാണ്. നമുക്ക് ഇവിടെ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തിടാം. ഓക്കെ ഓക്കെ നമ്മൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിക്കോ. ഓക്കെ അങ്ങനെ എല്ലാവരും ഇറങ്ങുന്നൊക്കെ ഉണ്ട്. ഓക്കെ അപ്പം നമ്മുടെ വണ്ടി ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇത് എല്ലാവരും പോകുന്നുണ്ട് അവിടെ ആയിട്ട് കല്യാണത്തിനായിട്ട്. നമ്മളപ്പോൾ അതെ ഇവിടെ നിൽക്കുവാണ്. എന്തായാലും നമുക്കും പോകണം. എന്നിട്ട് കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ടിങ്ങ് പോരാം. ഓക്കെ ഇത് കണ്ടോ, ബാക്കൊക്കെ ഫുള്ള് പൊടിയായിട്ടുണ്ട്. നമ്മൾ കഴുകാൻ കൊണ്ടുപോയായിരുന്നു നമ്മൾ. ഓക്കെ കഴുകാൻ കൊണ്ടുപോയ കോലമാണോ ഇത്? ഓക്കെ ഫുള്ള് പൊടിയാണ്. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ബൈ.